ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ബ്രാസ ഡെ ബ്രസീൽ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ആണ്. പേരിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇതൊരു ബ്രസീലിയൻ റെസ്റ്റോറൻ്റ് ആണ്. 2007 ഇവരുടെ ഏറ്റവും ആദ്യത്തെ ബ്രാഞ്ച് ഓപ്പൺ ചെയ്തത് സൗദി അറേബ്യയിൽ. ഇപ്പോൾ നിലവിൽ അൽക്കോബാർ, ജദ്ദ, ജുബൈൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇവർക്ക് ബ്രാഞ്ചസ് ഉണ്ട്. പിന്നെ ഇതൊരു 5 സ്റ്റാർ റെസ്റ്റോറൻ്റ് ആണ്. നല്ല ആംബിയൻസും പിന്നെ നല്ല കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫുകളും മാത്രമല്ല ഇവിടുത്തെ പ്രത്യേകത. 13 ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള ഗ്രിൽഡ് മീറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. അതിൽ മാനിറച്ചി, ഓസ്ട്രിച്ച്, ടർക്കി തുടങ്ങി ലാമ്പും ബീഫും ചിക്കനും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതും അൺലിമിറ്റഡ് ആണ്. പ്രൈസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരാൾക്ക് 225 റിയാലാണ് മാക്സിമം. പിന്നെ അതുപോലെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. 5-ൻ്റെയും 10-ൻ്റെയും ഇടയ്ക്കുള്ള കുട്ടികൾക്ക് ഹാഫ് പ്രൈസ് കൊടുത്താൽ മതിയാവും. പിന്നെ 10 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് നോർമൽ ഫുൾ പ്രൈസും പേ ചെയ്യണം. പിന്നെ ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു ഓഫർ ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കപ്പിൾസായിട്ട് വരികയാണെങ്കിൽ ഒരാളുടെ ബില്ല് മാത്രം പേ ചെയ്താൽ മതിയാവും, മറ്റേ ആൾക്ക് ഫ്രീ ആണ്. ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും അവരിങ്ങനെ ഓരോരോ പുതിയ ഐറ്റംസ് ആയിട്ട് വരും നമ്മുടെ ടേബിളിൽ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ കഴിച്ച് തീർക്കുന്നതിനനുസരിച്ച്. എന്തായാലും ഞാൻ ട്രൈ ചെയ്തത് ബീഫിൻ്റെ തന്നെ 3 ടൈപ്സ് ഉണ്ടായിരുന്നു. ബ്രസീലിയൻ ബീഫ് പിക്കാന, പിന്നെ ബീഫ് ഷോൾഡർ, ബീഫ് ബ്രിസ്ക്കറ്റ്സ്, അതുപോലെ ഓസ്ട്രിച്ച്, ടർക്കി, ഡിയർ മീറ്റ്, ലാം ചോപ്സ്, പിന്നെ ഗ്രിൽഡ് ഫിഷ് ഉണ്ടായിരുന്നു. इधर है 2 आइटम का, ये है लैम्ब चॉप्स और ये जो है ये है टर्की. Beef briskets. ടർക്കിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. കാരണം നല്ല ജ്യൂസി ആയിരുന്നു, പിന്നെ നല്ല ടെൻഡർ മീറ്റ് ആയിരുന്നു. പിന്നെ പൊതുവേ ഒന്നിലും അധികം ഫ്ലേവേഴ്സോ അല്ലെങ്കിൽ മറ്റ് പ്രിസർവേറ്റീവ്സോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. മീൻസ് നല്ല ഒതൻറ്റിക് ടേസ്റ്റാണ്. ആ ഒരു പച്ചയിറച്ചിയുടെ ടേസ്റ്റ് അതേപോലെ നമുക്ക് ഫീൽ ചെയ്യും. ലാം ചോപ്സിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം മിൻറ്റ് സോസുമായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്താണ്, അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഓസ്ട്രിച്ച് മീറ്റും നല്ല അടിപൊളിയായിരുന്നു. ഔട്ടർ ടെക്സ്ചർ കുറച്ച് ഹാർഡാണ്, പിന്നെ സ്പൈസസിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് മീറ്റിൻ്റെ കൂടെ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും സംഭവം അടിപൊളിയായിട്ടോ. പിന്നെ ഞാൻ ട്രൈ ചെയ്തത് മാനിറച്ചിയാണ്. അത് സ്പെഷ്യലായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പുറത്തെ ടെക്സ്ചറിൽ ചെറിയ തോതിൽ ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലേവറിൻ്റെ ടേസ്റ്റ് ഫീൽ ചെയ്യും, പക്ഷേ ഉള്ളിലോട്ട് വരുന്തോറും നല്ല പ്യുവർ മീറ്റാണ്. നല്ല ക്വാളിറ്റിയും ടേസ്റ്റും ഉണ്ടായിരുന്നു. ബീഫിൻ്റെ എല്ലാ ഐറ്റംസും നല്ലതാണ്. അതിലെടുത്ത് പറയേണ്ടത് ബീഫ് ബ്രിസ്ക്കറ്റാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. അതിൽ 13 മണിക്കൂർ റോസ്റ്റ് ചെയ്തിട്ടാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത്. അതും പ്രത്യേക സ്പൈസസൊക്കെ ഉപയോഗിച്ചിട്ടാണ് സ്മോക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റിയും ടേസ്റ്റും ഉണ്ട്. പ്രൗൺസാണ് എനിക്ക് ഇഷ്ടപ്പെടാണ്ട് പോയ ഒരേ ഒരു ഐറ്റം, ബാക്കിയെല്ലാം നല്ലതായിരുന്നു. ഏറ്റവും ലാസ്റ്റിലാണ് ഗ്രിൽഡ് പൈനാപ്പിൾ സെർവ് ചെയ്യുന്നത്. കാരണം പ്രോട്ടീനും മീറ്റും ഒക്കെ പെട്ടെന്ന് ഡൈജസ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും സംഭവം നല്ല ടേസ്റ്റി ആയിരുന്നു. വലിയ മധുരമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല ജ്യൂസി ആയിരുന്നു.
ഡെസേർട്ട്സൊക്കെ ഞാൻ ഔട്ട്ഡോറിൽ ഇരുന്നിട്ടാണ് എൻജോയ് ചെയ്തത്. എല്ലാം നല്ല സൂപ്പർ ഡിലീഷ്യസ് ആയിരുന്നു, വെറൈറ്റി ആയിരുന്നു, നല്ല മധുരവും ക്വാളിറ്റിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആംബിയൻസും ആയിരുന്നു. അപ്പോൾ താങ്ക് യു ഗൈസ്, നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം. ടേക്ക് കെയർ.